PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ രണ്ടാമതായിട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ അത് തിരുവനന്തപുരം ജില്ലയുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രൊവിഷണലായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് കോമൺ 10th ലെവൽ പ്രിലിം എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ളവരുടെ ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റ് 24,400 മുതൽ 55,200 രൂപ വരെ ബേസിക് പേ ഉള്ള പോസ്റ്റിലേക്ക് PSC നടത്തിയ OMR പരീക്ഷ 28/12/2024, 11/1/2025, 25/1/2025, 8/2/2025 എന്നീ തീയതികളിലുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ എലിജിബിലിറ്റി ലിസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് PSCയുടെ വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക. ഇനി ഈ രജിസ്റ്റർ നമ്പറൊക്കെ ന്യൂമറിക്കൽ സീക്വൻസിലാണ്, അല്ലാതെ സ്കോറിൻ്റെയോ റാങ്കിൻ്റെയോ അടിസ്ഥാനത്തിലൊന്നല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ 4 OMR ടെസ്റ്റ്, അതായത് കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് മാത്രമാണ്. ഇനി ഈ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക്, അതായത് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് 56.6447 മാർക്കും അതിന് മുകളിലും ആ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞിട്ട് ഈ പ്രിലിമിനറി OMR ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ളവരെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കാർക്കൊക്കെ അവരുടെ, അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊക്കെ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട് ഓഫ് മാർക്ക് ഇതിലൊക്കെ വളരെ താഴെയാണ്. ഇനി അങ്ങനെയുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് ഉള്ളവരും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതും, അതുപോലെ EWS അങ്ങനെയുള്ളവരും ഒക്കെ, പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഒക്കെ അതാത് അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വൺ ടൈം വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുന്നത് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഈ 10th ലെവലിൻ്റെ ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നേടിയിട്ടുള്ള ഈ മാർക്ക് എന്ന് പറയണത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള മാത്രം എലിജിബിലിറ്റിയാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നും ഈ മാർക്ക് കൺസിഡർ ചെയ്യില്ല. അതുപോലെ ഈ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ ഫെയിലാവണ ഉദ്യോഗാർത്ഥികളും ഈ ആപ്ലിക്കേഷൻ അവരുടെ റിജക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ സാധ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി PSCയുടെ വെബ്സൈറ്റിൽ കൂടെ 85 രൂപ ഫീസ് അടച്ചിട്ട് പോർട്ടൽ വഴി പേയ്മെൻ്റ് ആയിട്ട് അത് 15 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾ, അതായത് 14/5/2025 മുമ്പായിട്ട് നിങ്ങൾ അത് ഫീസ് റെമിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഈ OMR ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് A പാർട്ട് B ഫോട്ടോ കോപ്പി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരും അവരും വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ വെബ്സൈറ്റിൽ 335 രൂപ അടച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വഴി ആ പോർട്ടലിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ, അതും 15 ദിവസത്തിനകം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക്, അതായത് 14/5/2025 മുമ്പായിട്ട്, അപ്പോൾ അവർക്കും ഇതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ കിട്ടുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.